ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവയും രാധികയും തമ്മിൽ സംസാരിക്കുകയാണ്. എന്നോട് താൻ അകൽച്ച കാണിക്കാൻ താൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ജീവ രാധികയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധിക പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരുപാട് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ മാത്രമല്ല, എൻ്റെ മോഹങ്ങളും ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ തന്നെയാണ്. അത് വിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാധിക പോകുന്നു. രാധിക അച്ഛൻ്റെ അടുത്തേക്ക് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ജീവയും അവിടേക്ക് തന്നെ വരുന്നു. അച്ഛനാണെങ്കിൽ പൂ കെട്ടുകയായിരുന്നു. കാര്യങ്ങളെല്ലാം നന്നായി നടന്നു വെച്ചാ എന്ന് രാധിക പറയുമ്പോൾ, മോളെ ആരെങ്കിലും കണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇല്ല, പെട്ടുവെന്ന് ഞാൻ കരുതി, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭക്ഷണം പ്രിയങ്ക ഉണ്ടാക്കിയതാണെന്ന് കരുതി എല്ലാവരും അവളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. അവളുടെ കൈപുണ്യത്തെക്കുറിച്ചും അച്ഛൻ്റെ മകളായതിനെ കുറിച്ചും ഒക്കെ. യഥാർത്ഥ കൈകൾ ഏതാണെന്ന് അവർക്കറിയില്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, മോളുണ്ടാക്കിയ ആഹാരം അവർ നാവിൽ വെക്കുമ്പോൾ അവർ സംതൃപ്തരാകുന്നുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നു, പ്രിയങ്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ, എനിക്കത് മതി. പക്ഷേ എത്ര കാലം എന്നും നിനക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ പറ്റുമോ എന്ന് അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നു, അവളെ ഞാൻ പതുക്കെ പഠിപ്പിച്ചെടുത്തോളാം അച്ഛാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അവൾക്ക് പകരം നിന്നെയാണ് ആ കുടുംബത്തിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ അച്ഛൻ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയേനെയായിരുന്നു. പക്ഷേ പ്രിയങ്കമോളുടെ കാര്യം അങ്ങനെയല്ല. ആളുകളുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറാൻ പോലും അവൾക്ക് ശീലമില്ല. പറ്റുന്ന സമയത്തൊക്കെ മോള് അവൾക്ക് നല്ലത് ഉപദേശിക്കണം കേട്ടോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്താണ് ജീവ അവിടേക്ക് വരുന്നത്. ഒരു പുഞ്ചിരിയോടെ വരുന്നു. ഇവിടെ അന്ന് ഷൂട്ടിങ്ങിന് വന്ന ആളല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ടെൻഷനോടെ തിരിഞ്ഞു നോക്കുകയാണ് രാധിക. പെട്ടെന്ന് രാധിക എണീച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. എന്താ ഈ വഴിക്ക് എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ, ഇവിടേക്കൊന്ന് പോകാം, ഇതിലേക്കൂടൊന്ന് പോയപ്പോൾ പെട്ടെന്ന് ഇവിടെ കയറിയെന്നേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ ശക്തിയെക്കുറിച്ച് ആളുകൾ കുറേയൊക്കെ പറഞ്ഞു തന്നിരുന്നു. എൻ്റെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ കുറേ ഗുണമുണ്ടാകുകയും ചെയ്തു എന്ന് ജീവ. അതെയോ, എന്താണത് എന്നെ തന്ത്രി? ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അത് മുടങ്ങിയതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഷൂട്ട് ദിവസം ഞാൻ ഈ നടയിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ ഒരു പരാതി പോലെ ഭഗവാനോട് അതൊക്കെ പറയുകയും ചെയ്തു. അന്ന് രാത്രി ഹോട്ടലിൽ ചെന്നപ്പോൾ എനിക്കൊരു കോള് വന്നിരുന്നു. ആ പ്രോജക്റ്റ് ലൈവായി. അടുത്ത മാസം അതിൻ്റെ ഷൂട്ടിംഗ് ആണ്. പ്രോജക്റ്റ് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരുന്നുണ്ട്. എല്ലാ വഴിപാടും കഴിക്കണം. പിന്നെ തിരുമേനി, ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത് എന്ന് ജീവ പറയുന്നു. തന്ത്രി പറയുകയാണ്, എന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത്? പറഞ്ഞോളൂ, എന്നെ കൊണ്ടാവുന്ന സഹായമാണെങ്കിൽ ചെയ്തേക്കാം. ജീവ പറയുന്നു, തിരുമേനിക്ക് ഈ ഗ്രാമത്തിലെ എല്ലാവരെയും അറിയാമായിരിക്കുമല്ലോ. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്കാണെങ്കിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഒരേ ഒരു കൺസെപ്റ്റ് ഒരു നാടൻ പെൺകുട്ടി ആയിരിക്കണം എന്നാണ്. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു കുട്ടി. അല്ല, അങ്ങയുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇടയ്ക്ക് ജീവ രാധികയെ നോക്കുന്നു. ഈ നാട്ടിൽ കുട്ടികൾ ഒരുപാടുണ്ട്. പിന്നെ വിവാഹത്തിന്റെ കാര്യമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ അത് ദൈവത്തിന്റെ തീരുമാനം എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് അവിടെ എത്തിച്ചേരും. ഇത് പറയുമ്പോഴും രാധികയെ നോക്കുകയാണ് ജീവ. എന്ന് കരുതി ഞാൻ അന്വേഷിക്കില്ല എന്നല്ല കേട്ടോ, അന്വേഷിക്കാം, പോയിക്കോളൂ. അങ്ങനെ ജീവ അവിടെ പോയി തൊഴുതു നിൽക്കുന്നു. തന്ത്രി രാധികയോട് പറയുന്നു, മോളെ ഞാൻ കാവ് വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ തന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നു. രാധിക പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനോട് തൻ്റെ ആവശ്യം പറയുകയാണ് ജീവ. എന്നിട്ട് തിരിഞ്ഞ് രാധികയെ നോക്കുന്നു. ഒരു പുഞ്ചിരിയോടെയാണ് രാധികയെ നോക്കുന്നത്. അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി താനാണ് എന്നപ്പോൾ ജീവ രാധികയോട് ഒന്നുകൂടി പറഞ്ഞു. അത് ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ജീവ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പോകാൻ നേരം ഒന്നുകൂടി രാധികയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് രാധികയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേ എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പരിഗണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ജീവൻ അവിടെ നിന്ന് പോയത്. ടെൻഷനോടെ നിൽക്കുകയാണ് രാധിക. വരുൺ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ ഒരു നിമിഷത്തെപ്പറ്റി ആലോചിക്കുകയാണ് ഇപ്പോൾ രാധിക. എന്നിട്ട് ആ താലിയെ പറ്റിയും ഒക്കെ ആലോചിക്കുന്നു. ഇപ്പോഴും ആ താലി തൻ്റെ കഴുത്തിലുണ്ട്. അതിപ്പോൾ എടുത്ത് നോക്കുകയാണ് രാധിക. ശേഷം കാണിക്കുന്നത് സൂര്യ ഇങ്ങനെ ഹോളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൽപ്പന അവിടെ അതിലേക്കൂടെ പോയത്. കൽപ്പന, ഒരു മിനിറ്റ്, താൻ ഇവിടെ ഒന്നിരിക്കടോ എന്ന് സൂര്യ കൽപ്പനയോട് പറയുമ്പോൾ കൽപ്പന പറയുന്നു, എന്താ, എനിക്ക് ഇവിടെ കിടക്കണം. ശരി, എന്നാൽ ഞാൻ കാര്യം എന്താണെന്ന് പറയാം. ഊണമേശയിൽ പ്രിയങ്ക അത്രയും വിഭവങ്ങളൊക്കെ വിളമ്പുമ്പോഴും എല്ലാവരും പ്രിയങ്കയെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിക്കായിരുന്നു. തനിക്ക് എന്തിനാ ആ കുട്ടിയോട് ഇത്രയും ദേഷ്യം? അവൾ തന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണിനെയാണ്. അത് തനിക്കും അറിയാം.
അവന്റെ ഭാര്യയെ ഞാൻ കാണുന്നതിന്റെ കൂടപ്പിറപ്പായിട്ടാണ്. അങ്ങനെ തന്നെ തനിക്കും കാണാൻ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ കൺമുന്നിൽ കാണുന്ന എല്ലാവരെയും സഹോദരിയായി കാണാൻ നല്ല ബുദ്ധിമുട്ടാണ്. വീണ്ടും സൂര്യ പറയുന്നു, ഒരു കാര്യം ഞാൻ പറയാം, പ്രിയങ്കയോട് മത്സരിക്കാൻ ശ്രമിച്ചാൽ പലയിടത്തും താൻ തോക്കും. അത് തനിക്ക് പിന്നെ വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാക്കും. ഇത് കേട്ട് കൽപ്പന പറയുന്നു, മതി, അനുജത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അവളെ കെട്ടിയ ഒരുത്തനുണ്ട്, നിങ്ങൾ അതിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ഗൗതമും അവിടേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് ഗൗതം സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇനിയും പറഞ്ഞോ എന്ന് ഗൗതം ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൽപ്പന വീണ്ടും സൂര്യയോട് പറയുന്നു, അല്ല, നിങ്ങളും അനുജനും ഒറ്റ ആത്മാവാണെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കാത്തത് എന്താ? ഇന്ന് വെച്ച് വിളമ്പിയത് അവന്റെ ആരുമല്ല, അവനെ ചതച്ചതാണെന്നാ അവൻ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചോ? അല്ല, അതിന്റെ പരിഹാരം കണ്ടോ? അനുജനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അല്പമെങ്കിലും ആണത്വം ബാക്കിയുണ്ടെങ്കിൽ അടിച്ചെറുക്കണമായിരുന്നു അവളെ ഇവിടുന്ന്. അതോ ആ കാര്യത്തിൽ മാത്രം അനുജന് വിശ്വാസമില്ലേ? ദേ, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് നന്നായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇരിക്കുന്നത് വീൽ ചെയറിലാണെങ്കിലും ചിലയിടങ്ങളിൽ നോട്ടം എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശ്രമിച്ചാൽ പൊള്ളുന്നത് പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. എന്റെ മുന്നിൽ വെച്ച് അവളെ വാഴ്ത്തിപ്പാടാന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. കണിമംഗലത്തെ മൂത്ത മരുമകള് ഈ കൽപ്പനയാണ്. അത് മാത്രമല്ല എന്റെ യോഗ്യത. ഈ വീൽചെയറിലിരുന്ന് ഉരുളുന്ന നിങ്ങളെ ഇപ്പോഴും കെട്ടിയോൻ എന്ന് തന്നെയാണ് മറ്റുള്ളവരോട് ഞാൻ പറയുന്നത്. അത് എന്റെ പിച്ചയാണ്, കണിമംഗലത്തുകാരുടെ പാത്രത്തിൽ ഞാനിടുന്ന പിച്ച. ഇത് കേട്ടുകൊണ്ട് പരമേശ്വരൻ അവിടേക്ക് വരികയും കൽപ്പനയെന്ന് ദേഷ്യത്തോടെ ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു. ഒന്നുമില്ലച്ചാ, ഞങ്ങൾ വെറുതെ എനിക്ക് സൂര്യ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, നീ മിണ്ടരുത്. കൽപ്പനയുടെ പ്രശ്നം എന്താ? ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പലതും കേൾക്കുന്നുണ്ട്. കണിമംഗലത്തുകാർക്ക് പിച്ച എറിയാനുള്ള വലുപ്പം നിനക്കോ നിന്റെ കുടുംബത്തുകാർക്കോ ആയിട്ടുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട മോളെ. എന്റെ മകൻ തളർന്നു പോയിട്ടുണ്ട്. അവനെ ഉപേക്ഷിച്ച് നീ പോയില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിന്റെ കടപ്പാട് ഈ കുടുംബത്തിൽ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ തലയിൽ കയറിയിരിക്കാമെന്ന് നീ കരുതരുത്. ഒരു ഗുണവുമില്ലെന്ന് നീ അവനെക്കുറിച്ച് പറയരുത്. ഞങ്ങൾക്ക് ഇപ്പോഴും സൂര്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ്. കൽപ്പന പറയുന്നു, മകനെക്കുറിച്ച് അഭിമാനം ഉണ്ടെങ്കിൽ അത് ആഘോഷിച്ചോളൂ, എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ എന്നെ ചവിട്ടിത്താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. പുതിയൊരുത്തി വന്ന് കയറിയപ്പോൾ അച്ഛനടക്കം എല്ലാവരും എന്നെ അവഗണിക്കാണ്. ഇല്ല എന്ന് അച്ഛന് പറയാൻ പറ്റുമോ? ഇത് കേട്ട് പരമേശ്വരൻ പറയുന്നു, അത് നിന്റെ തോന്നലാണ്. വന്ന കയറിയ പെൺകുട്ടി എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നു. അടുക്കളയിൽ കയറി അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിൽ പരിഭവം കാണിച്ചിട്ട് എന്താ കാര്യം? കൽപ്പന പറയുന്നു, എനിക്കൊരു പരിഭവമില്ല. പക്ഷെ അച്ഛൻ ഒന്നും മറക്കണ്ട, വരുണും അവളും ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല അച്ഛാ. അച്ഛന്റെ കൺമുന്നിൽ അവരെ കാണിക്കുന്നത് വെറും അഭിനയം മാത്രമാണ്. ഇഷ്ടപ്പെട്ടവൾ വേറെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാണ് അച്ഛന്റെ ഇളയ മകൾ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പരമേശ്വരൻ. ഒരു ദിവസം അങ്ങനെ ഒരുത്തി വിളിച്ചു കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? ഇപ്പോ പുണ്യവതി എന്ന് പറയുന്ന ഈ പെണ്ണിനോട് അച്ഛൻ എന്ത് സമാധാനം പറയും? അതോ ചെയ്തത് വരുണല്ലേ? അതുകൊണ്ട് അവന്റെ കൂടെ 2 ഭാര്യമാർ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിക്കോ? ഇതൊക്കെ കേട്ട് ഗതം സന്തോഷിക്കുന്നു. അതോ അവനെ കണിമംഗലത്തുനിന്ന് അടിച്ചിറക്കുമോ? പറയച്ച എന്നൊക്കെ കൽപ്പന ചോദിക്കുന്നുണ്ട്. വളരെ ടെൻഷനോടെ ഇതിനെപ്പറ്റി ആലോചിക്കുകയാണ് അച്ഛൻ. പറയട്ടെ സൂര്യ, ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഇതിന് മറുപടി പറയേണ്ടതാണ്. എല്ലാത്തിനും ഒടുക്കെ അച്ഛൻ്റെ അടുത്ത് മകനും ഇതുപോലെ ഒരു വീൽ ചെയറിൽ കണിമംഗലത്തെ ഹോളിൽ ഇരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചവന്റെ കാലും കൈയും അവൻ നാട്ടുകാർ തലി ഒഴിച്ചു എന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഷോക്കായിരിക്കുകയാണ് പരമേശ്വരന്. അദ്ദേഹം ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചിങ്ങനെ വീഴാൻ തുടങ്ങുകയാണ്. ആകെ തളർന്നതുപോലെ. വരുൺ, അമ്മ മുത്തശ്ശി എല്ലാവരും ഓടിവാ എന്നൊക്കെ സൂര്യ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. അരികിലിരുന്ന ഗൗതം അച്ഛനെ ഒന്ന് പിടിക്കുക പോലും ചെയ്തില്ല. വരുണാണ് ഓടി വന്ന അച്ഛനെ താങ്ങി പിടിച്ച് അവിടേക്ക് കൊണ്ടിരുത്തുന്നത്. കൂടെ പ്രിയങ്കയും വന്നിരുന്നു. എന്താ പറ്റിയത് എന്നൊക്കെ പത്മിനി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടോ, ഇത്തിരി വെള്ളം എടുക്ക് എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു. അച്ഛൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വരുൺ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഇല്ലടാ, ചെറിയൊരു തളർച്ച പോലെ എൻ്റെ അച്ഛൻ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്. എന്നിട്ടാണ് ഒന്നുമില്ലെന്ന് പറയുന്നത്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അച്ഛാ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. വെള്ളം അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പത്മിനി. വേണ്ട മോളെ, മോളുണ്ടാക്കിയ അലുവയും പായസമൊക്കെ ഒരുപാട് കഴിച്ചതല്ലേ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്തതായിരിക്കും എന്ന് അച്ഛൻ പറയുന്നു. പത്മിനി വെള്ളം കൊടുക്കുകയാണ് അച്ഛന്. വലിയച്ഛ, ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ടെൻഷനൊന്നുള്ള കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കൊന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകാം. ഒന്നുമില്ല എന്നറിഞ്ഞാൽ സമാധാനമാകുമെന്ന് പത്മിനി. ഒന്നുമില്ലെന്ന് ഞാൻ അറിഞ്ഞാൽ നിനക്ക് സമാധാനമില്ലേ? ഒന്നുമില്ലടോ എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയുന്നുണ്ട്. വരുണിനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു.
അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ വീണ്ടും വീണ്ടും വരുൺ പറയുകയാണ് അച്ഛനോട്. നിന്നെ പോലെ തുള്ളിച്ചാടി നടക്കാൻ ഞാൻ ചെറുപ്പമൊന്നും അല്ലല്ലോ, പ്രായമായില്ലേ, അതിൻ്റെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇനി ഇതൊരു വലിയ കാര്യമാക്കി പരസ്പരം ആരും പെരുപ്പിച്ച് പറയണ്ട. അത് കഴിഞ്ഞു എന്നൊക്കെ വീണ്ടും പരമേശ്വരൻ പറയുന്നു. ഇത് കണ്ട് രസിച്ച് നിൽക്കുകയാണ് കൽപ്പന. ഉമ്മറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കൽപ്പന. ഉർവശിയും സന്തോഷത്തോടെ ഇവിടെ വന്നു. ഗൗതമം വന്നു. സൂര്യയുടെ വിളി കേട്ടപ്പോൾ ഞാൻ കരുതി ഏട്ടന് ശരിക്കും എന്തോ സംഭവിച്ചു എന്ന്. ആളിന്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഉർവശി പറയുമ്പോൾ ഗൗതം പറയുന്നു, അതിന്റെ കാരണം കൽപ്പനയാണ്. വല്യച്ഛന്റെ മനസ്സ് കീറുന്ന രീതിയിലായിരുന്നു കൽപ്പനയുടെ പെർഫോമൻസ്. വല്യച്ഛൻ വീഴുമെന്നാണ് കരുതിയത്. ഉർവശി പറയുന്നു, അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് അധിക സമയം ഉണ്ടാവില്ല. കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ചന്ദ്രേട്ടൻ നോക്കുകയും നിശ്ചയിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഒരു റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു രാധിക. ഇതേ സമയം അതുവഴി ഐശ്വര്യയും കാറിൽ പോകുന്നുണ്ടായിരുന്നു. ഐശ്വര്യയാണെങ്കിൽ രാധികയെ കാണുന്നുണ്ട്. ഇപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയാണോ എന്ന് ഉറപ്പിച്ച് നോക്കുകയും പെട്ടെന്ന് തന്നെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കുകയും ചെയ്യുകയാണ് ഐശ്വര്യ. എന്നാൽ രാധിക നടന്നു പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഐശ്വര്യ കാറിൽ നിന്നും ഇറങ്ങി നോക്കുന്നുണ്ട് രാധിക അവിടെ കാണാമുണ്ടോ എന്ന്. അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഒരു അച്ഛൻ പച്ചക്കറിയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തെ തട്ടി വീഴാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പച്ചക്കറി താഴെ വീണപ്പോൾ അദ്ദേഹം ഐശ്വര്യ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം കൊണ്ട് രാധിക പോവുകയാണ്. ഐശ്വര്യയാണെങ്കിൽ ആ പച്ചക്കറി എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ അച്ഛന്. സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഐശ്വര്യ നോക്കിയപ്പോൾ രാധികയെ കാണുന്നില്ല. എങ്കിലും ഐശ്വര്യ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട് രാധിക അവിടെ കാണുമുണ്ടോ എന്നറിയാനായിട്ട്. പക്ഷേ രാധികയെ അവിടെ എങ്ങും കാണുന്നില്ല. വളരെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും ഒക്കെ നിൽക്കുകയാണ് ഐശ്വര്യ. ഷോ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം എല്ലാം വെളിവായേനെയായിരുന്നു. ഇതെങ്ങനെ ഈ പെൺകുട്ടി അപ്രത്യക്ഷമാകുന്നത് എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. പിന്നെയും നോക്കുന്നു, പക്ഷേ കാണുന്നില്ല. എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാറിന്റെ അരികിലേക്ക് വന്നിട്ട് ഐശ്വര്യ കാറിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത്തവണയും ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് രാധിക പോയിരിക്കുകയാണ്. ശേഷം വീട്ടിലെത്തിയ ഐശ്വര്യ വക്കീലിനോട് പറയുകയാണ്, മുമ്പ് ഞാൻ കണ്ടത് ഈ കുട്ടിയാണ്. ഇടയ്ക്ക് എൻ്റെ തോന്നലാണോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ തോന്നലല്ല, അതാണ് ശ്യാമയുടെ മകള്. വക്കീല് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഐശ്വര്യയുടെ ശത്രു അല്ലേ? ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരെ ശ്രീകൃഷ്ണപുരത്താണ്, എന്നിട്ടും തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതല്പം മോശമാണല്ലോ ഐശ്വര്യ എന്നൊക്കെ വക്കീല് പറയുമ്പോൾ ഐശ്വര്യ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.